ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് രാവിലെ തന്നെ സൂര്യദേവൻ നല്ല ഉഷാറായിട്ട് നിൽക്കുകയായിരുന്നു. ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. കാരണം ഇന്ന് ജോലികളൊക്കെ നേരത്തെ തീർത്തിട്ട് നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പെട്ടെന്ന് പ്രിപ്പയർ ആക്കി നാളത്തേക്കിനുള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിടാൻ വേണ്ടി എടുത്ത് വെച്ച് മെഷീനിലേക്ക് തുണിയിട്ട ശേഷം ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഗൈസ്. എൻ്റെ കുട്ടി എന്താ ആണോ? ഓക്കെ ഓക്കെ, ഞാൻ അമ്മ ഹെൽപ്പ് ചെയ്യാണോ? മിറർ ക്ലീനിങ്ങിന് ശേഷം അവൾ കടന്നിരിക്കുന്നത് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനാണ്. അവൾ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന പോലെ അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ലുലുമാളിലേക്കാണ് നമ്മൾ പോകുന്നത്. 12:30-ക്കാണ് ഷോ. ഞാനൊരു 11:30 ആകുമ്പോഴത്തേക്കിന് ജോലികളൊക്കെ ഒതുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സിലിണ്ടർ ഓഫ് ചെയ്യാൻ മറക്കാറില്ല. നന്നുവിന് വേണ്ടിയിട്ടുള്ള വെള്ളം, പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഈ കുടയും ബാഗും ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു. എന്നിട്ട് നന്നുവിനെ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ വാഷ്റൂമിൽ കയറ്റി ഞാനിങ്ങനെ എൻകറേജ് ചെയ്ത് കൊടുത്താലേ അവൾ പൂപ്പ് ചെയ്യത്തുള്ളൂ. ഫ്രഷായി വന്നപ്പോഴേക്കും നന്നുവിന് വിശപ്പായിട്ടുണ്ട്. അപ്പോൾ പേരൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ആൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടു. പാപ്പന് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു പേരയ്ക്ക് ഞാനിങ്ങനെ കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെ കാര്യം നോക്കുമ്പോഴും ഞാൻ എൻ്റെ കാര്യം കൂടെ നോക്കണ്ടേ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് പേരയ്ക്ക. നല്ല ഫില്ലിംഗ് ആണ് അത് കഴിച്ചു കഴിയുമ്പോഴേക്കും. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഇൻകം വന്നു തുടങ്ങിയോ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ എന്ന്. ആക്ച്വലി എനിക്കങ്ങനെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. 1500 മേൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നല്ല ഇൻകം ഒക്കെ വരുന്നതെങ്കിൽ അത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയും എഫേർട്ടും ഒക്കെ ഇട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ അങ്ങനെ ഇൻകം ഒക്കെ കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. പിന്നെ എന്താണ് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആകെയുള്ളൊരു പ്രോഫിറ്റ് എന്ന് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കാണാം. എൻ്റെ പഴയ ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഫിലിം ചെയ്ത് വെച്ചേക്കുന്നതും കൊണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും എടുത്തെടുത്ത് കാണുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അത്രയേ ഉള്ളൂ. ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ. കറക്റ്റ് 11:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഊബർ എടുത്ത് ലുലു മാളിലേക്ക് പോവാണ്. ഞാൻ തന്നെ ഉള്ളപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ടൈമിംഗ് ആണെങ്കിലും നന്നുവിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യേയില്ല. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് കുറേ വിഷമമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് 2 കുട്ടികളാണുള്ളത്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും നോക്കി, അവൾക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ല, പക്ഷേ ഇളയ കുഞ്ഞാണെങ്കിൽ എപ്പോഴും അവളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഹസ്ബൻഡും ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ എന്നോട് ഷെയർ ചെയ്തു. ഞാൻ അതെല്ലാം കേട്ടപ്പോൾ ഞാനും എൻ്റെ ആ ഒരു നന്നുവിൻ്റെ ചെറിയ സമയത്തെ ആ സാഹചര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാനും ആലോചിച്ചു. ഞാനും അതുപോലെ ആയിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിട്ടൊക്കെ തോന്നിയ സിറ്റുവേഷനുണ്ട്. ഞാനിങ്ങനെ പൊട്ടിത്തകർന്ന് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതൊന്നും അല്ല, എനിക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാണ് ഡോക്ടറിനെ പോയി കണ്ടത്. അങ്ങനെ വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ്. പിന്നെ എനിക്കൊരു PCOSൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആക്ച്വൽ പ്രോബ്ലം എനിക്ക് പിടികിട്ടിയത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഇതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്, ആൾക്കാരോട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒരു ജ്യൂസെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കുടിക്കുക. ഇപ്പോൾ എന്നെ കണ്ടോണ്ടോ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ ന്യൂ മോംസ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കണം. കാരണം നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും അവർ ദേഷ്യപ്പെട്ടും വിഷമിച്ചും ഒരു കാര്യമില്ലാതെ വഴക്കിട്ടും ഇരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അവർക്ക് പറയാൻ പറ്റാത്ത പോലെ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടാവാം. ജോലിക്ക് പോകാൻ പറ്റാതെ കുഞ്ഞുങ്ങളെ മാത്രം നോക്കി ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ നല്ല പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി സ്വന്തം ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ കുറച്ച് ആവശ്യങ്ങളൊന്നും നടക്കാതെ വരുന്നതിൻ്റെ വിഷമങ്ങളുണ്ടാവാം. നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റാത്തതുണ്ടാവും, നല്ലപോലെ കുളിക്കാൻ പറ്റാത്തതുണ്ടാവാം, ഉറങ്ങാൻ പറ്റാത്തതുണ്ടാവാം, നല്ലപോലെ ഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവാം.
പഴയ പ്രഗ്നൻ്റായി ഡെലിവറി ആയി കഴിയുമ്പോൾ ബോഡിയിൽ വന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒന്നൊരു എക്സ്ട്രാ കെയർ കൊടുക്കുക, ഒരു എക്സ്ട്രാ ലവ് കൊടുക്കുക, ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. എസ്പെഷ്യലി ഫീഡിങ് മദേഴ്സിനൊക്കെ നല്ലപോലെ വിശപ്പുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. വൺസിനെ വയൽ അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ പീസ് ഓഫ് ചോക്ലേറ്റ് കൊടുത്താൽ തന്നെ അവർക്ക് അത് സന്തോഷം ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ അവരെ ഹാപ്പിയാക്കി വെക്കാൻ നോക്കുക. പിന്നെ മോംസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അത് ആ കൂടെ നിൽക്കുന്നവരോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളത് ഹെൽപ്പ് ചോദിക്കാൻ മടി കാണിക്കരുത്. നിങ്ങൾ തനിയെ എല്ലാം ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ ഓക്കെ ആണെന്നായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം പാരൻസ് അത്രത്തോളം ഹാപ്പി ആയിരുന്നാലേ കുട്ടികൾക്കും ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. കഥ പറഞ്ഞു വന്നപ്പോഴേക്കും ദൃശ്യം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. സോ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, നല്ല മൂവിയായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്. ബൈ.